നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാന കാര്യമാണ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. എന്താണ് ഡൈഇലക്ട്രിക്സ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ചെറിയൊരു ഐഡിയ തന്നതാണ്. ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ചാർജുകൾ ഇരിക്കുമ്പോഴുള്ള പ്രത്യേകത അല്ലേ, അതിനിടയിലുള്ള ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ വാട്ട് ആർ ഡൈഇലക്ട്രിക്സ് എന്ന് സ്ട്രൈറ്റ് ആയിട്ട് പറയുകയാണ്. ഡൈഇലക്ട്രിക്സ് ആർ യൂഷ്വലി ദേ ആർ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. They are insulators, just like that of insulators. But they transmit some electric effects or they pass electric field through it. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡൈഇലക്ട്രിക്സിൻ്റെ പ്രത്യേകത, they are insulators but they transmit or they pass electric field. They pass electric field. Okay, see, there are two types of dielectrics. Number one is non-polar dielectrics. And number two is polar dielectrics. These are the two types of dielectrics. അപ്പോൾ എന്താണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് എന്നും എന്താണ് പോളാർ ഡൈഇലക്ട്രിക്സ് എന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഒരു ആറ്റം നമ്മൾ എടുക്കുമ്പോൾ അതിൽ എത്രയാണോ പോസിറ്റീവ് ചാർജുകളുള്ളത് അത്രയും നെഗറ്റീവ് ചാർജും ഉണ്ട് അല്ലേ. 2 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ 2 നെഗറ്റീവ് ചാർജ്. അതുകൊണ്ട് ആറ്റം ന്യൂട്രലാണ് എന്ന് സങ്കല്പിക്കും. സിമിലർലി ഇൻ ദ കേസ് ഓഫ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സിൻ്റെ കേസിൽ ആ ഒരു മെറ്റീരിയലിൽ ഒരുപാട് ആറ്റംസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ മെറ്റീരിയൽ ഇതാണെന്ന് ഇരിക്കട്ടെ, ഒരുപാട് ആറ്റംസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുമ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നോൺ പോളാർ, എന്തോ പൊളാരിറ്റി ഇല്ല എന്നുള്ള മീനിങ്ങാണ്. അതായത് ഈ ഒരു മെറ്റീരിയലിലുള്ള ആറ്റംസ് ഇപ്പോഴും അവയുടെ പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്ററുകൾ ചേർന്നായിരിക്കും ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവ കോയിൻസൈഡ് ചെയ്യും, ഇതേപോലെ ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ചേർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവയുടെ എല്ലാത്തിൻ്റെയും കൂടെ പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിൽ ചേർന്നിരിക്കുന്നു അല്ലേ, കോയിൻസൈഡ് ചെയ്യുന്നു. അപ്പോൾ കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് വരച്ചിരിക്കുന്നത്, ചേർത്ത് എഴുതിയിരിക്കുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ കോയിൻസൈഡ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത നമുക്കറിയാം. അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എടുക്കുമ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഇക്വേഷൻ എന്താണ്? P = ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഈ ചാർജുകൾ തമ്മിൽ പോസിറ്റീവ് സെൻറ്ററുകളും നെഗറ്റീവ് സെൻറ്ററുകളും കോയിൻസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റികളെല്ലാം കൂടി കോയിൻസൈഡ് ചെയ്യുന്നു, പോസിറ്റീവ് എഫക്റ്റും നെഗറ്റീവ് എഫക്റ്റും. അങ്ങനെ ഓരോ ആറ്റവും എടുത്തു കഴിഞ്ഞാൽ ഇത് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിടയിലുള്ള ഡിസ്റ്റൻസ് 0 ആയിരിക്കും, ഇത് 0 ആണ്. സോ ഡൈപോൾ മൊമെൻ്റ് എന്ത് വരും? ഡൈപോൾ മൊമെൻ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകതയാണ് അവയുടെ ഡൈപോൾ മൊമെൻ്റ് 0 ആയിരിക്കും. ഇതാണ് നോൺ പോളാർ. ഇതിപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് നോൺ പോളാറാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അവയുടെ ഡൈപോൾ മൊമെൻ്റ് 0 ആകും, ബിക്കോസ് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് കോയിൻസൈഡ് ഈച്ച് അതർ. ഓക്കെ, ഇനി അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് H2, O2 etc. ഇതെല്ലാം എക്സാമ്പിളാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ ഇതെല്ലാം നോൺ പോളാർ ഡൈഇലക്ട്രിക്സിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം.
പോളാർ ഡൈലക്ട്രിക്സിൻ്റെ പ്രത്യേകത നോക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് പോളാർ, എന്തോ പൊളാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പോൾ പോളാർ ഡൈലക്ട്രിക്കിൽ പൊളാരിറ്റി ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകും. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചിങ്ങനെ നീട്ടി വരയ്ക്കണം, പോസിറ്റീവ് നെഗറ്റീവ്. ഈ ഡൈലക്ട്രിക്കിൽ ഈ മോളിക്യൂൾസ് എല്ലാം, ഇതെല്ലാം ഓരോ മോളിക്യൂൾസാണ് അല്ലേ, ഇതെല്ലാം. അല്ലെങ്കിൽ ഇതൊരു ആറ്റമാണ്, ആറ്റംസ് ചേരുമ്പോൾ ഉള്ള മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ പല ഡയറക്ഷനിൽ, പല ഓറിയൻറ്റേഷനിൽ ഇത് വരയ്ക്കണം. ഇപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ വരച്ചു. ഇനി ഞാനിവിടെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ വരച്ചു. പിന്നെ ഒന്ന് ചരിച്ച് വരച്ചു, പോസിറ്റീവ് നെഗറ്റീവ്. ഇനി അടുത്തത് ഇങ്ങനെ വരച്ചു, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ആക്കി. പിന്നെ ഇങ്ങനെ ഒന്ന് വരച്ചു, പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെ ഇങ്ങനെ ഒന്ന് വരച്ചു, നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇത് റാൻഡം ഓറിയൻറ്റേഷൻ എന്ന് പറയും. റാൻഡം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പല ഓർഡർലെസ് ആയിട്ട് പല സ്ഥലങ്ങളിലോട്ടുള്ള ഓറിയൻറ്റേഷനാണ് റാൻഡം ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ കുറച്ചും കൂടെ കറക്റ്റ് റൗണ്ട് ഷേപ്പല്ല. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതിൻ്റെ ആ മീനിങ്, ഇതിനിടയിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്കിടയിൽ ഒരു ഫീൽഡ് ഉണ്ട് എന്നാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഫീൽഡ് ഉണ്ടാകും അല്ലേ, അതായത് ഇതിനിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ഡൈപോൾ മൊമെൻറ്റ് ഓരോ മോളിക്യൂളിനും, ഓരോ ആറ്റത്തിനും ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകും. ഈ ആറ്റത്തിന് എല്ലാ ആറ്റത്തിനും ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡൈപോൾ മൊമെൻ്റ് ഒരിക്കലും 0 അല്ല അല്ലേ. പക്ഷേ ഇവിടെയാണെങ്കിലോ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരുന്നു, ഇതിൻ്റെ നോൺ പോളാറിലാണെങ്കിൽ. അപ്പോൾ പോളാർ ഡൈലക്ട്രിക്കിൻ്റെ പ്രത്യേകത, ദി സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡു നോട്ട് കോയിൻസൈഡ് ഈച്ച് അതർ, സോ ദാറ്റ് ദേ വിൽ അറ്റൈൻ എ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഓരോ മോളിക്യൂളും അല്ലെങ്കിൽ ഓരോ ആറ്റവും ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകും. ബട്ട് ദി നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് 0. എന്തുകൊണ്ടാണ് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 എന്നുള്ള കാരണം എന്താണ്? യെസ്, ഇപ്പോൾ ഈ ഒരു മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലേ, റാൻഡം ഓറിയൻറ്റേഷനിലാണ്. അപ്പോൾ ഇതിൻ്റെത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണല്ലോ ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. അങ്ങനെ ഇത് ഞാൻ കുറച്ചേ വരച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിനുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എല്ലാം ഇതേപോലെ റിസൾട്ടൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ക്യാൻസലായി പോകും ഡ്യൂ ടു ദി റാൻഡം ഓറിയൻറ്റേഷൻ. സോ ദി നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഈസ്, ഈ നെറ്റ് എന്ന് വിളിക്കാം, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഇക്വൽ ടു 0. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. ബട്ട് ദി ഡിഫറൻസ് ഈസ്, ഇതിൻ്റെ ഓരോ മോളിക്യൂളിനും ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്, ഇതിനാണെങ്കിൽ ഒരിക്കലും ഡൈപോൾ മൊമെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ബെറ്റർ എക്സാമ്പിൾ ഓഫ്, ഇതിപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് പോളാറാണ്, പോളാർ ഡൈലക്ട്രിക്. സോ എക്സാമ്പിൾ H2O is an example, HCl, ഇതെല്ലാം ഒരു പോളാർ ഡൈലക്ട്രിക്കിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അതിലേക്ക് ഈ മോളിക്യൂളിനെ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും നോക്കൂ. അതൊരു വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് ഇതിലേതിനായാലും, എക്സാമ്പിൾ ഇതോ വെദർ ഇറ്റ് ഈസ് നോൺ പോളാർ ഓർ പോളാർ, ഇതിലേത് മോളിക്യൂളിനായാലും എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് സപ്പോസ് ഇതിനെ ഞാൻ കൊണ്ടുവയ്ക്കുന്നു അല്ലേ, അതിനെ കൊണ്ടുവയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് നോക്കൂ, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്ററുകൾ തമ്മിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടും. കാരണം എന്താ, ഒരു ചാർജ് എക്സ്റ്റേണൽ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ F=QE എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും അല്ലേ, F=QE. അപ്പോൾ ശരിക്കും ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ്. അപ്പോൾ ശരിക്കും പോസിറ്റീവ് ചാർജ് ഇവിടെ വരും, ഇവിടെ നെഗറ്റീവ് ചാർജ്. കാരണം പോസിറ്റീവ് ചാർജ്
എപ്പോഴും അങ്ങോട്ട് നിൽക്കും. കാരണം ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ അങ്ങോട്ടായിരിക്കും അതിൽ ലഭിക്കുന്ന QE എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പോസിറ്റീവിൻ്റെ QE ഇങ്ങോട്ടും നെഗറ്റീവിൻ്റെ QE എങ്ങോട്ടുമാണ്, ഇപ്പുറത്തോട്ടുമാണ്. സോ ദിസ് ഈസ് ദി ഡയറക്ഷൻ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ നിൽക്കും. അടുത്ത മോളിക്യൂളും വന്നു കഴിഞ്ഞാൽ നോൺ പോളറായാലും പോളറായാലും, നോൺ പോളർ ആണെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യും, പോളർ ആണെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് ഈ രീതിയിൽ വന്ന് നിൽക്കും, നെഗറ്റീവ് പോസിറ്റീവ്. അടുത്തതും ഇങ്ങനെ തന്നെയാണ്, എല്ലാം ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ഈ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അപ്പോൾ ഈ മോളിക്യൂളെല്ലാം ഇതെല്ലാം ഈ ആറ്റംസ് എല്ലാം ഇതേ രീതിയിൽ വന്ന് അലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ നോക്കൂ, അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ഈ ആറ്റംസ് ആണെങ്കിൽ ഇതേ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടും. പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്ററുകൾ ഒന്ന് വലിഞ്ഞ് നിൽക്കും, കാരണം ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിനകത്തൊരു ഫോഴ്സ് ഉണ്ടാവും. പോസിറ്റീവ് ടു നെഗറ്റീവ് ഇതിനകത്തൊരു ഫീൽഡ് ഇങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടാവും. പോസിറ്റീവ് ടു നെഗറ്റീവ് കണ്ട, അതേ കണക്ക് ഇതിലും ഉണ്ടാവും ഇങ്ങനൊരു ഫീൽഡ്, ഇവിടെ ഉണ്ടാവും പോസിറ്റീവ് ടു നെഗറ്റീവ് ഇങ്ങനൊരു ഫീൽഡ്. അപ്പോൾ ഈ ഫീൽഡ് അകത്തുള്ളതാണ്, ഈ മോളിക്യൂളിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ ഈ ഫീൽഡ് ആദ്യം കൊടുത്ത ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണ്, ഇങ്ങോട്ടാണ്. ഓക്കെ, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് കണ്ടോ, കൊടുത്ത ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണ്. സോ ആദ്യം ഉണ്ടായിരുന്ന ഫീൽഡ് E0 എന്ന് വിളിക്കാം, E0 എയർ എന്നുള്ള, അല്ല E0. ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത ഫീൽഡിനെ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് എന്ന് വിളിക്കാം, ഇൻഡ്യൂസ്ഡ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അതിനെ അല്ലെങ്കിൽ അതിനകത്തുണ്ട ഇൻറ്റേർണൽ ഫീൽഡ് എന്നും വിളിക്കാം. സോ അതുകൊണ്ട് ആ ഫീൽഡിനെ ഇതിനകത്തുള്ള ഫീൽഡ് ആയതുകൊണ്ട്, സോ ആൻ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ആൻഡ് ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ E_in. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പ്രധാനമായും നടക്കുന്നത് എപ്പോഴാണ്? ഈ ഡയലക്ട്രിക്സ് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വയ്ക്കുമ്പോഴാണ്. അത് പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കുക, ഡയലക്ട്രിക്സ് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വയ്ക്കുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഈ ഒരു പോളാർ ഡയലക്ട്രിക് അല്ലെങ്കിൽ ഇതൊരു നോൺ പോളാർ ഡയലക്ട്രിക് അല്ലേ? അപ്പോൾ ഇത് ഒരു ഫീൽഡിൽ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഒന്ന് നോക്കാം. ചാർജസ് ഫീൽഡിൽ വയ്ക്കുമ്പോൾ പുറത്തൂടെ പോകുന്ന ഫീൽഡ് E ആണ്, അല്ലെങ്കിൽ വിച്ച് ഈസ് denoted as E0, ഫീൽഡ് ഇൻ എയർ. അപ്പോൾ ഇത് എക്സ്റ്റേണൽ ഫീൽഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു പ്രത്യേക ഡയറക്ഷനിൽ അലൈൻ ചെയ്യും അല്ലേ? അലൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നിങ്ങനെ, അടുത്തത് ഇങ്ങനെ. ഇങ്ങോട്ടാണ് ഫീൽഡ് പോകുന്നത് കൊണ്ട് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെയും അതേപോലെ തന്നെയാണ്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. നോക്കൂ, ഇവിടെ എല്ലാം ഇതേപോലെ ഇതിൻ്റെ അലൈൻമെൻറ്റ്. നേരത്തെ റാൻഡം ഓറിയൻറ്റേഷൻ ആയിരുന്നു, ഇപ്പോൾ റാൻഡം ഓറിയൻറ്റേഷൻ മാറിയിട്ട് എല്ലാത്തിനും ഫോഴ്സ് കിട്ടിയിട്ട് ഇതിനെ പ്രത്യേക ഡയറക്ഷനിൽ പിടിച്ച് അലൈൻ ചെയ്തങ്ങ് വെക്കുകയാണ്, കൊണ്ടുവന്നങ്ങ് നിർത്തിയിരിക്കുകയാണ് ഇതേപോലെ. അപ്പോൾ ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ഇങ്ങനെ അലൈൻ ചെയ്യുമ്പോൾ ഈ എൻഡിൽ ഇവിടെ പോസിറ്റീവ് ചാർജുകൾ ഡെവലപ്പ് ചെയ്യും, അതേപോലെ ഈ എൻഡിൽ നെഗറ്റീവ് ചാർജുകൾ ഡെവലപ്പ് ചെയ്യും. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഇത് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ബാക്കി ഈ എൻഡിൽ പോസിറ്റീവ് വരും, ഈ എൻഡിൽ നെഗറ്റീവ് ചാർജുകൾ മാത്രം വന്ന് ഡെവലപ്പ് ചെയ്ത് നിൽക്കും. ശരിക്കും അതിനെയാണ് ഡയലക്ട്രിക് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് കാൾഡ് ഡയലക്ട്രിക് പോളറൈസേഷൻ. ഓക്കെ, നമ്മൾ ഹെഡിങ്ങിൽ കാണിച്ചിട്ടുണ്ട് ഡയലക്ട്രിക് പോളറൈസേഷൻ. അപ്പോൾ ഈ എൻഡിൽ പോസിറ്റീവ് ചാർജുകൾ വന്നിരിക്കുന്നു, ഈ എൻഡിൽ നെഗറ്റീവ് ചാർജുകൾ. അത് ഇതായിരിക്കും ഈ രണ്ടറ്റത്തും കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്തൊരു ഇൻറ്റേർണൽ ഫീൽഡ് ഡെവലപ്പ് ചെയ്യും അല്ലേ? ഡ്യൂ ടു ദിസ് ചാർജസ്
this dielectric polarization, an induced field is developed, and that is opposite to the applied field. ഈ ഫീൽഡിന് ഓപ്പോസിറ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. അപ്പോൾ ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഫീൽഡ് E. സോ വാട്ട് ഈസ് ദി നെറ്റ് ഫീൽഡ് ഇൻസൈഡ്? ഇതിനകത്തുള്ള നെറ്റ് ഫീൽഡ് എത്രയാണെന്ന് ആരൊക്കെ പറയാം? ദി നെറ്റ് ഫീൽഡ് ഇൻസൈഡ് ദിസ് ഈസ് E ഈസ് ഈക്വൽ ടു എന്ത് വരും? E ഈസ് ഈക്വൽ ടു ആദ്യം അപ്ലൈ ചെയ്ത് E0 ആണ്. ഇനി ഇത് ഓപ്പോസിറ്റാണ് അല്ലേ? അപ്പം മൈനസ് കൊടുക്കാം, ഡയറക്ഷൻ മൈനസ് E in. ദിസ് ഈസ് ദി നെറ്റ് ഫീൽഡ് ഇൻസൈഡ് ദി ഡയലക്ട്രിക്. അപ്പോൾ ദി നെറ്റ് ഫീൽഡ് ഈസ് ആൾവേസ് ഡിക്രീസ്ഡ്. ഓക്കെ, സപ്പോസ് ആദ്യം 100 ന്യൂട്ടൺ പെർ കൂളോം ആണ് അപ്ലൈ ചെയ്തത്. ഇത് 100 ആയിരുന്നു. അകത്തുണ്ടായത് സപ്പോസ് 20 ആണെന്നിരിക്കട്ടെ, അകത്ത് 20. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 100 - 20 80 ആയിരിക്കും. അപ്പോൾ ഇയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 80 ആണ്. 80 ആ 80 എന്ന് പറയുന്നത് ആദ്യം അപ്ലൈ ചെയ്ത 100-നേക്കാൾ കുറവാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഹിയർ നെറ്റ് ഫീൽഡ് ഇൻസൈഡ് ദി ഡയലക്ട്രിക് ഡിക്രീസസ്. ഇൻസൈഡ് ദി ഡയലക്ട്രിക് decreases. Okay, so this is dielectric polarization and the net field. ഇനി ഇവിടെ ഇതിൻ്റെ ഒരു ചെറിയ നമുക്ക് മാറ്റം വരുത്താം. ഇതിൽ നിന്നും പോളറൈസേഷൻ വെക്റ്റർ എന്ന് പറഞ്ഞ ടേം അറിഞ്ഞിരിക്കണം എന്താണെന്ന്. പോളറൈസേഷൻ വെക്റ്റർ ഈസ് ഡിഫൈൻഡ് as the dipole moment per unit volume. Okay, this is the dipole moment which is induced inside the dielectric. So the dipole moment per unit volume is called polarization vector. Dipole moment per unit volume, this is called polarization vector. So dipole moment ഒരു വെക്ടറാണ്, അതുകൊണ്ട് തന്നെ പോളറൈസേഷൻ വെക്ടറും ഒരു വെക്ടർ തന്നെയാണ്. ഓക്കെ, സോ ഇത് ക്യാപിറ്റൽ P കൊണ്ട് ഡിനോട്ട് ചെയ്യാം കേട്ടോ. ഇത് സ്മാൾ p, അല്ലാതെ ഇത് രണ്ടും കൂടെ വെട്ടിക്കളയരുത്. ചിലരങ്ങനെയൊക്കെ വിചാരിച്ച്. ഇത് ക്യാപിറ്റൽ P, ഇത് സ്മാൾ p, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയമാണ് അല്ലേ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാവുന്നതാണ്. ചാർജ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ, ഡിസ്റ്റൻസ്. സോ ചാർജ് കൂളോം അല്ലേ, കൂളോം മീറ്റർ ഡിവൈഡ് ബൈ മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു കൂളോം മീറ്ററും ക്യാൻസൽ ചെയ്യുമ്പോൾ മീറ്റർ (-2) കൂളോം പെർ മീറ്റർ സ്ക്വയർ ആണ് പോളറൈസേഷൻ വെക്ടറിൻ്റെ യൂണിറ്റ്. ഇനി വേറൊരു ടൈം ഉള്ളത്, അതും ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വിച്ച് ഈസ് കാൾഡ് സസെപ്റ്റബിലിറ്റി, ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി. ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി. ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി, കൈ എന്ന് വിളിക്കും. കൈ, ചിലർ കൈ ഈയും കൂടെ കൊടുക്കും, സഫിക്സ് ആയിട്ട് താഴെ ചെറുതായിട്ട് ഈയും കൂടെ കൊടുക്കും. ദിസ് ഈസ് കാൾഡ് ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി. ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ ടേം മനസ്സിൽ വരേണ്ടത് ഒരു ഐഡിയയാണ്. അതായത് കൂടുതൽ സസെപ്റ്റബിലിറ്റി ഉള്ളതിന് കൂടുതൽ പോളറൈസേഷൻ ഉണ്ടാകും, അതാണ് ഐഡിയ. അപ്പോൾ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ നോൺ പോളാറോ എടുത്തെന്നിരിക്കട്ടെ, അതിന് കൂടുതൽ സസെപ്റ്റബിലിറ്റി ഉണ്ട്. ഇപ്പോൾ സസെപ്റ്റബിലിറ്റി 20 ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് പോളറൈസേഷൻ ഉള്ളതാണ് സസെപ്റ്റബിലിറ്റി 30 ഉള്ളതിന്. അപ്പോൾ അതെപ്പോഴും പോളറൈസേഷൻ ഉണ്ടാക്കുന്നത്, ഇതിനകത്ത് പോളറൈസേഷൻ ചാർജുകളെ ഇതേപോലെ ഡയലക്ട്രിക് പോളറൈസേഷൻ എപ്പോഴും നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഫീൽഡ് ഉണ്ടല്ലോ അതിന് പ്രൊപ്പോർഷണലായിരിക്കും. നമ്മളിവിടെ E0 എന്നാണ് എടുത്തത്, വേണമെങ്കിൽ E0 കൊടുക്കാം. അപ്പോൾ പൊതുവിൽ നമ്മൾ E ആണ് കൊടുക്കുന്നതെങ്കിൽ ദി പോളറൈസേഷൻ ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E. ഇത് പോളറൈസേഷനാണ്, അല്ലെങ്കിൽ പോളറൈസേഷൻ വെക്ടറാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇതാണ്. സോ പോളറൈസേഷൻ ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ്. ഓക്കെ, സോ നമുക്ക് E0 എന്ന് തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു
ഇവിടെയാണ് കൈ വരുന്നത്. കൈ ഇ ഇൻറ്റു ഇ അല്ല E0. കണ്ടോ? സി ദിസ് ഈസ് ദി ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി. So electric susceptibility is the ratio of polarization to the field applied, external field applied. ഇത് ഓർത്ത് വെച്ചിരിക്കണം. നിങ്ങൾ എത്ര കൂടുതൽ ഫീൽഡ് കൊടുക്കുന്നു അത്രയും പോളറൈസേഷൻ ഉണ്ടാവും. അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്.